ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ലേൺ ടു ലീഡ്. നമ്മൾ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ബോത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകളാണ്. നമ്മളിവിടെ തിയററ്റിക്കൽ സബ്ജക്റ്റും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സബ്ജക്റ്റും നോക്കുന്നുണ്ട്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ യൂജിൻ്റെ സിലബസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അനാലിസിസ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 ആയ ന്യൂമറിക്കൽ അനാലിസിസിലെ തേർഡ് ടോപ്പിക്കാണ്. ദാറ്റ് മീൻസ് ബൈസെക്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ആൾജിബ്രിക് ഇക്വേഷൻ, ട്രാൻസ്ഡൽ ഇക്വേഷൻസ് എന്താണെന്നൊക്കെ നോക്കി. ആ നോക്കിയ ടൈമിൽ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്സ് ആയ ബൈസെക്ഷൻ മെത്തേഡ്സ് ഓഫ് ഫാൾസ് പൊസിഷൻ, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായി. എന്നാൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ മെത്തേഡ്സും എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. സോ നമ്മളിന്ന് നോക്കുന്നത് എന്താണ് ബൈസെക്ഷൻ മെത്തേഡ്, എങ്ങനെയാണ് ബൈസെക്ഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ബൈസെക്ഷൻ മെത്തേഡ്. The bisection method is a numerical technique used to find a root of continuous function within a given interval. ഒരു ഗീവൺ ഇൻ്റർവെല്ലുള്ള ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ന്യൂമറിക്കൽ ടെക്നിക്കാണ് ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഗിവൺ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ എയും ബി ആയിരിക്കും ഗിവൺ ഇൻ്റർവെൽ ആയിട്ട് വരുന്നുണ്ടാവുക. സോ എയും ബിയും എഫ് ഓഫ് ബി കാണുന്ന ടൈമിൽ ഈ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് ആയിരിക്കും, എഫ് ഓഫ് ബി പ്ലസ് ആണെങ്കിൽ എഫ് ഓഫ് എ മൈനസ് ആയിരിക്കും. സോ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ വേർ എ ആൻഡ് ബി ആർ ഗിവൺ ഇൻ്റർവെൽ, നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഇൻ്റർവെലിൻ്റെ ഇടയിൽ ഈ ഫംഗ്ഷന് ഒരു റൂട്ട് എന്തായാലും ഉണ്ടാകും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നതാണ് ഈ ബൈസെക്ഷൻ മെത്തേഡിൽ പറയുന്നത്. സോ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൈസെക്ഷൻ മെത്തേഡ് ഇസ് എ ന്യൂമറിക്കൽ ടെക്നിക് യൂസ്ഡ് ടു ഫൈൻഡ് എ റൂട്ട് വിത്തിൻ എ ഗിവൺ ഇൻ്റർവെൽ. സോ അതാണ് ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്സ് ഓഫ് ബൈസെക്ഷൻ മെത്തേഡ്. എങ്ങനെയാണ് ഒരു ബൈസെക്ഷൻ മെത്തേഡിൽ ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് കാണാം? ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് എങ്ങനെ കാണാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ. നമുക്ക് ഓൾറെഡി ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ബൈസെക്ഷൻ മെത്തേഡിൽ റൂട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇൻ്റർവെൽ ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റർവെൽസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം x1 എന്ന മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കുക. x1 എങ്ങനെ കണ്ടുപിടിക്കും? x1 is equal to a plus b divided by 2 where a and b are the intervals. എന്നിട്ട് f of x1 കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇൻ്റർവെൽ കണ്ടുപിടിക്കുക. ഇൻ്റർവെൽ കണ്ടുപിടിച്ചതിന് ശേഷം മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ആ മിഡ് പോയിൻ്റ് എന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് മിഡ് പോയിൻ്റ് കാണാം. ആ കാണുന്ന ടൈമിൽ 0 എന്ന വാല്യൂ ആണ് നമുക്ക് എഫ് ഓഫ് മിഡ് പോയിൻ്റ് കിട്ടിയെങ്കിൽ ആ x1 ആയിരിക്കും ഇവിടെ റൂട്ട് എന്ന് പറയുന്നത്. സോറി, സി അല്ല, x1 ആയിരിക്കും. സോ x1 ആയിരിക്കും ഇവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത്. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ല, നമുക്ക് 0 എന്നല്ല കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എഫ് ഓഫ് എ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവർ തമ്മിലുള്ള സൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് വെച്ചിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് എന്താണെന്ന് ക്ലിയർ ആവും. ആ ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ സ്റ്റെപ്പ് എന്താണെന്ന് ഒന്നും കൂടി നോക്കിയാൽ മതി. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Problem number 1. Find the root of function f of x is equal to x square minus 4 in a given interval 1,3. 1,3 എന്ന given intervalൽ f of xൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എഫ് ഓഫ് എക്സ് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എക്സ് സ്ക്വയർ മൈനസ് 4. നമുക്ക് ഓൾറെഡി ഇവ റൂട്ട് തന്നുകൊണ്ട് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോറി, നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻ്റർവെൽസ് തന്നതുകൊണ്ട് നമുക്ക് ഇൻ്റർവെൽസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി? ആ തന്ന ഇൻ്റർവെൽ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ നോക്കാം.
എഫ് ഓഫ് 1 ചെയ്ത് നോക്കാം. സോ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് -3 എന്ന് കിട്ടും. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 5 കിട്ടും. എങ്ങനെ എഫ് ഓഫ് 1 -3 കിട്ടി? എഫ് ഓഫ് എക്സ് എന്താണ്? x² - 4 ആണ്. ഈ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 1² - 4. ദാറ്റ് ഈസ് 1 - 4. ദാറ്റ് ഈസ് -3 എന്ന് കിട്ടും. അങ്ങനെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക, എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? x1 = a + b / 2. സോ നമുക്ക് ഈ എയും ബിയും എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർവെലാണ്. സോ ഇൻ്റർവെൽ ഏതാണ്? 1, 3 ആണ്. ദാറ്റ് ഈസ് 1 + 3 / 2, 2 എന്ന് കിട്ടും. നമുക്ക് കിട്ടിയ മിഡ് പോയിൻറ്റിനെ നമ്മുടെ ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെന്ന് കിട്ടിയത്? 0 എന്ന് കിട്ടിയാൽ ആ 2 എന്നതായിരിക്കും ഇവിടെ റൂട്ട് എന്ന് പറയുന്നത്. സോ ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇൻ്റർവെൽസ് തന്നിട്ടുണ്ട്. ഇൻ്റർവെൽസ് തന്നുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആ ഇൻ്റർവെൽസിൻ്റെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. കിട്ടിയ മിഡ് പോയിന്റ് വാല്യൂന് നമ്മുടെ ഫംഗ്ഷനിലോട്ട് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ =0 എന്ന് വന്ന ആ മിഡ് പോയിന്റ് ആയിരിക്കും ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും മാത്സ് പേപ്പർ ചെയ്യുന്ന ടൈമിൽ കേൾക്കാതെ 2-3 പ്രാവശ്യം പ്രോബ്ലം ചെയ്ത് നോക്കിയാലാണ് നമ്മൾ അതുമായിട്ട് പരിചയമാകത്തുള്ളൂ. സോ ഈ പ്രോബ്ലം ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ വലിയ പ്രോബ്ലത്തിലോട്ട് പോകാം. സോ ഫൈൻഡ് ദ റൂട്ട് ഓഫ് ഇക്വേഷൻ x³ - 9x + 1 = 0. Find the root of the equation x² - 9x + 1 = 0. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? ഇൻ്റർവെൽസ് ഏതൊക്കെയെന്ന് തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്ന ഫംഗ്ഷനെ എടുത്ത് എഴുതി. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് = x³ - 9x + 1 നമ്മൾ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇവിടെ എന്ത് നോക്കണം? ആദ്യം ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ഇൻ്റർവെൽ തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന്? ഇൻ്റർവെലാണ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞു. സോ നമുക്ക് ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 0 മുതലുള്ള എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 മുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ എഫ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടി. എഫ് ഓഫ് 1 എന്ന് നോക്കുമ്പോൾ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1³ - 9 × 1 + 1 ദാറ്റ് ഈസ് 1 - 9 + 1 ദാറ്റ് ഈസ് -9 എന്ന് കിട്ടും. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -9 തന്നെയാണ്. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 1 തന്നെയാണ്. അപ്പം ഞാൻ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായി എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയാലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 റൂട്ടെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുക. സോ ഓപ്പോസിറ്റ് സൈൻ വരണമെങ്കിൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 1ഉം -9 എന്നും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ റൂട്ട് എടുക്കുന്ന ടൈമിൽ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റർവെൽ എടുക്കുമ്പോൾ എപ്പോഴും + എന്ന രീതിയിൽ വേണം സൈൻ എടുക്കാനായിട്ട്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് -9ഉം കിട്ടി 1ഉം കിട്ടി. സോ നമ്മളിവിടെ ഇൻ ബിറ്റ്വീനായിട്ട് ഇൻ്റർവെൽസ് ഏതൊക്കെയാണ്? -9 to 1 എന്ന ഇൻ്റർവെലിൻ്റെ ഇടയിലായിരിക്കും ഈ എഫ് ഓഫ് എക്സ് എന്ന x³ - 9x + 1 എന്ന ഫംഗ്ഷന് റൂട്ട് ഉണ്ടാക്കുക. സോ നമുക്കിവിടെ ഇൻ്റർവെൽ കിട്ടിയത് 2ഉം 3 ആയിരിക്കും ഇൻ്റർവെൽ ഇട്ടിട്ടുണ്ടാവുക. നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് -പോസിറ്റീവ് കിട്ടി ആ വാല്യൂ ചൂസ് ചെയ്യുക. സോ നമുക്കിവിടെ ഇട്ട് കൊടുത്തത് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3 ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ഇൻ്റർവെൽ എന്താക്കി എടുത്ത് ഹിയർ വി ടേക്ക് ഇൻ്റർവെൽ 2, 3 ആൻഡ് a = 2 എന്നും b = 3 എന്ന് കിട്ടി. ഇനി നമ്മൾ ബൈസെക്ഷൻ മെത്തേഡിൽ ഞാൻ പറഞ്ഞു നമുക്ക് റൂട്ട് ഇട്ട് നമ്മൾ നെക്സ്റ്റ് കാണേണ്ട എന്താണ്? മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കുക. സോ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. x = a + b / 2 ദാറ്റ് ഈസ് 2 + 3 / 2 ദാറ്റ് ഈസ് = 2.5. സോ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഫംഗ്ഷൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 2.3 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. ഈ മിഡ് പോയിന്റ് കിട്ടിയത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് ചെയ്യുന്നത്. സോ നമ്മൾ മിഡ് പോയിന്റ് 2.5 എന്നത് നമ്മൾ x1 ആക്കി ചൂസ് ചെയ്തു. ഈ x1നെ നമ്മുടെ ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ x1 എന്ന് പറയുന്നത് 2.5 ആണ്. 2.55നെ നമ്മൾ ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ എഫ് ഓഫ് 2.5 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2.5 the whole cube - 9 × 2.5 + 1 നമുക്ക് കിട്ടുന്ന വാല്യൂ -5.875 ആയി കിട്ടുന്നുണ്ടാവുക. എന്താണ് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടാവുക?
5.875 എന്ന വാല്യൂ വരെ കിട്ടുന്നുണ്ടാവാം. ഇത് മൈനസ് ആയതുകൊണ്ട് തന്നെ ലെസ് ദാൻ 0 ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്കിവിടെ കിട്ടിയത് മൈനസ് വാല്യൂ ആണ് കിട്ടിയത്. നമുക്ക് കിട്ടിയത് -5.875 എന്ന വാല്യൂ ആണ് കിട്ടിയത്. അതിന് മുന്നേ കിട്ടിയ മൈനസ് വാല്യൂ എപ്പോഴായിരുന്നു? 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് -9 കിട്ടി. ആൻഡ് നമ്മളിപ്പോൾ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എഗെയിൻ -5.875 തന്നെ കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? എയിനെ ചേഞ്ച് ചെയ്യും. എയിനെ 2ൽ നിന്ന് നമ്മൾ എന്തിലോട്ട് ചേഞ്ച് ചെയ്യും? നമ്മൾ 2 ചെയ്തപ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടി? -9 എന്ന് കിട്ടി. സോ മൈനസ് ആണ് നമുക്ക് കിട്ടിയ f(x1) എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? മുന്നേ കിട്ടിയ മൈനസിനെ ഈ മൈനസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. സോ അവിടെ 2 ചെയ്തപ്പോൾ മൈനസ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2.5 കിട്ടിയപ്പോൾ മൈനസ് കിട്ടി. അപ്പോൾ നമ്മൾ 2നെ എ എന്ന വാല്യൂ 2ൽ നിന്ന് നമ്മൾ എന്താക്കി മാറ്റി? 2.5 ആക്കി. സോ ഇതിന് ശേഷം നമുക്ക് കിട്ടിയ എയിൻ്റെ വാല്യൂ എന്താണ്? 2.5 തന്നെയാണ്. ബിന് ഒരു ചേഞ്ചും തന്നെ ഇല്ല. സോ നമുക്കിപ്പോൾ കറൻ്റ് കിട്ടിയ എ ഈക്വൽ ടു 2.5ഉം ബി ഈക്വൽ ടു 3യും വെച്ചിട്ട് എഗെയിൻ എന്ത് കണ്ടുപിടിക്കുക? x2 കണ്ടുപിടിക്കുക. അങ്ങനെ x2 കണ്ടുപിടിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടിയ വാല്യൂ 2.75 ആയിരിക്കും. ഈ x2 നമുക്ക് ഏതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? നമ്മുടെ ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഗെയിൻ എന്ത് വാല്യൂ ആയിരിക്കും? മൈനസ് വാല്യൂ തന്നെയായിരിക്കും. സോ മൈനസ് വാല്യൂ കിട്ടി എന്ത് ചെയ്യുക? എയിൻ്റെ വാല്യൂ ആണ് മൈനസ് ആയിട്ടുള്ളത്. ഏതുള്ളപ്പോഴാണ് മൈനസ് ആയത്? 2.5 ഉള്ളപ്പോഴാണ് മുന്നേ മൈനസ് ആയത്. ഇപ്പോൾ 2.75 ആയപ്പോഴാണ് മൈനസ് ആയത്. സോ നമ്മൾ എന്ത് ചെയ്യുക? 2.5നെ 2.75 വെച്ചിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ നമുക്ക് എന്താകും? എ ഈക്വൽ ടു 2.5 എന്ന് എ ഈക്വൽ ടു 2.75 കിട്ടി. ആൻഡ് ബി ഈക്വൽ ടു 3 കിട്ടി. ഇനി ഈ കറൻറ്റിലിട്ടു എ ഈക്വൽ ടു 2.75ഉം ബി ഈക്വൽ ടു 3 എന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഒരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതാണ് x3 ഈസ് ഈക്വൽ ടു 2.75 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? 2.875 അല്ലേ? ഈ 2.875ന് എഗെയിൻ എന്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? നമ്മുടെ ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? പിന്നെയും നെഗറ്റീവാണ്. ആക്ച്വലി ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് മെത്തേഡ് പോലെ, അല്ലെങ്കിൽ ഐട്രേഷൻ മെത്തേഡ് പോലെ തന്നെ സെയിം സ്റ്റെപ്പിനെ പിന്നെയും ചെയ്യലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ലാസ്റ്റ് 2 വാല്യൂ എക്സിൻ്റെ വാല്യൂ ലാസ്റ്റ് 2 വാല്യൂ സെയിം ആയി വരുമ്പോൾ നമുക്ക് ചെയ്യൽ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 6 ഐട്രേഷന് ശേഷം നമുക്ക് വാല്യൂസ് കിട്ടിയില്ല, സെയിം ആയിട്ട് വാല്യൂസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, ആ എക്സ് ആയിരിക്കും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. സോ അത്രയും നേരം അല്ലെങ്കിൽ അത്രയും പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ നമുക്ക് x4 കിട്ടി, 2.9375 കിട്ടി. അതേപോലെ f(x4) കണ്ടുപിടിക്കുക. എഗെയിൻ മൈനസ് തന്നെ കിട്ടി. അപ്പോൾ എ എന്തായി? 2.875 എന്ന് ഏതിലോട്ട് മാറി? 2.9375. സോ കറൻ്റ് ഇപ്പോൾ എന്ത്? എ ഈക്വൽ ടു 2.9375 ആണ്. ബി ഈക്വൽ ടു 3 ആണ്. സോ അത് യൂസ് ചെയ്ത് x5 കാണാം. x5 കാണുമ്പോൾ 2.96875 എന്ന് കിട്ടും. ആ x5 യൂസ് ചെയ്തിട്ട് f(x5) കാണാം. അപ്പോൾ കിട്ടുന്നത് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് എയ്ക്ക് ഒരു ചേഞ്ചും തന്നെ ഉണ്ടാവില്ല, ബിയുടെ വാല്യൂ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു 2.9375 തന്നെയായിരിക്കും. ബിൻ്റെ വാല്യൂ എന്തായി മാറും? 2.96875 തന്നെയായി മാറും. സോ അത് യൂസ് ചെയ്തിട്ട് x6 ആണ്, f(x6) ആണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ ചെയ്തു പോവാം. എന്നിട്ട് നമുക്ക് x7 കിട്ടും, x8 കിട്ടും. ചെയ്തു പോകുന്ന ടൈമിൽ x7ൻ്റെ വാല്യൂം x8ൻ്റെ വാല്യൂം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. ദാറ്റ് ഈസ് 2.9453 എന്നും 2.9414 എന്നും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. സോ സെയിം ആയിട്ട് വരുന്ന കേസ് നമ്മൾ എന്താക്കി എടുക്കും? 2.94 എന്നുള്ളത് അപ്രോക്സിമേറ്റ് വാല്യൂ ആക്കി എടുത്തിട്ട് അതായിരിക്കും ഇതിൻ്റെ റൂട്ടായിട്ട് വരുന്നുണ്ടാവുക. x8ഉം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് 2.9414 അല്ലെങ്കിൽ 2.94 എന്നതായിരിക്കും അതിൻ്റെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുക. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുക. ആ കറസ്പോണ്ടിങ് റൂട്ടിൻ്റെ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നമ്മുടെ ഇൻ്റർവെല്ലിനെ നമ്മുടെ ഫംഗ്ഷനായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് വാല്യൂ എവിടെയാണോ നെഗറ്റീവ് വാല്യൂ ഏതിലാണെന്ന് വരുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ x1 കണ്ടുപിടിക്കുക, f(x1) കണ്ടുപിടിക്കുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. സെയിം ആയിട്ടുള്ള
സൈൻസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത പോലാണ് ബൈസെക്ഷൻ മെത്തേഡിൽ വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഈ ഹോംവർക്ക് കൂടി ചെയ്യുക. ഹോംവർക്ക്, ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്: ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x³ - x - 1 = 0 ഇൻ ദ ഇൻ്റർവൽ 1 and 2. ഇവിടെ ഇൻ്റർവൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1 and 2. അപ്പോൾ ഈ ഇൻ്റർവൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സോ അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.